എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ യാത്രപ്പള്ളി പോകാനായിട്ട് റെഡി ആവണം. നമ്മുടെ ഫുൾ ഗ്യാങ് ഉണ്ട് കേട്ടോ. ഷിജേട്ടൻ, ഷിജുമോൻ ചേട്ടൻ, അനിലേട്ടൻ, പിന്നെ നമ്മുടെ ഫ്രണ്ട്സും നമ്മളും മക്കളും. അപ്പോൾ എല്ലാവരും കൂടി അതിരപ്പള്ളി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നമ്മളവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് റിസോർട്ടാണ്, എങ്ങനെയാണ് റേറ്റ്, ഏത് ഭാഗത്താണെന്നൊക്കെ ഉള്ളത് വരും വീഡിയോസിൽ പറഞ്ഞുതരാം. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡ്രസ്സാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഷൂ ഇടാൻ തീരുമാനിച്ചു, കാരണം അവിടെ കുറച്ച് നടക്കാനുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ എല്ലാവരും റെഡി ആയിട്ടാ. അപ്പോൾ ഒരു വഴിക്ക് പോവല്ലേ, എന്നാൽ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേക്കാന്ന് വിചാരിച്ച് എനിക്ക് ഫോട്ടോസൊക്കെ എടുത്തത് കുഞ്ഞനാണേ. നമ്മുടെ അങ്ങനെ നല്ല സുന്ദരമായിട്ട് അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയ വഴിക്ക് ഇതേ ഒരു മുട്ടൻ പണി നമ്മുടെ കുമ്മച്ചൻ എന്തോ പറഞ്ഞ് വാശി പിടിച്ച് വന്നേക്കട്ടാ. ഞാൻ ചന്തം നോക്കിയിട്ടുണ്ടൊക്കെ, പക്ഷെ അത് ഒതുങ്ങണ ലക്ഷണമില്ല. പിന്നെ എടുക്കാനും പേടിയാ. എടുത്തു കഴിഞ്ഞാൽ ആ തലമുടി കെട്ടിയതും പറിക്കും, ഡ്രസ്സ് പിടിച്ച് കീറും, മോന്തയ്ക്ക് അടിക്കും, ചിലപ്പോൾ കണ്ണിൽ കുത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ കണ്ണ കോലാവില്ല 2 മിനിറ്റ് കഴിയുമ്പോൾ നീരൊന്ന് വീർത്തിരിക്കണ്ടോ മോന്തയ്ക്ക് അവൻ്റെ നടി കിട്ടിയിട്ട്. അത് കാരണം രണ്ടും കൽപ്പിച്ച് എടുത്ത് അത് മേടിച്ചൊരു ഇത് മേടിച്ചൊരാന്നും പറഞ്ഞ് സമാധാനപ്പെടുത്തി മയക്കി ഒന്ന് ശാന്തനാക്കി അങ്ങനെ എല്ലാത്തിനെയും കൊണ്ട് ഇറങ്ങി. എൻ്റെ പൊന്നു ദൈവമേ. പപ്പയാണെങ്കിൽ അവിടെ വേറെ കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കണ തിരക്കിലാണ്. കുറച്ച് കൊണ്ടുപോകാനും സാധനങ്ങളൊക്കെ ഉണ്ട്. പിള്ളേരുള്ളത് ഈ കുമ്മച്ചനെ പറഞ്ഞ് മയപ്പെടുത്തി സമാധാനപ്പെടുത്തി അങ്ങനെ അവസാനം കുപ്പിയിലാക്കി കൊണ്ടുപോയി. ഭയങ്കര വാശിക്കാരനാണേ. ഇതൊന്നും ഇവിടുന്ന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അവരൊക്കെ അവിടെ നിന്നൊക്കെ വഴിയിൽ നിന്ന് ഓൺ ദ വേ കഴിക്കും. നമ്മളൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ ടൗണിൽ വന്നിട്ട് കുറച്ച് പൊറോട്ട മേടിച്ച് കൈ പിടിച്ചേക്കാണ്, അതിനുവേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. നമ്മുടെ കുമ്മച്ചൻ്റെ മടിയിലുണ്ട്, ഐസിലും കുഞ്ഞിനും ബാക്കിലുണ്ട്, പപ്പ ഡ്രൈവിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഓൺ ദ വേ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഷിജുവേട്ടൻ പാസ് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിൽ ആൾക്കാർ നമ്മുടെ അനിലേട്ടനും ഷിജുചേട്ടനൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓൺ ദ വേ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാവരും കൂടി അപ്പോൾ എല്ലാവരും വരുന്ന വരെ എവിടെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നല്ല തണൽ നോക്കി. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല തണലിടുന്ന ഒരു സ്ഥലം നോക്കി വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഷിജേട്ടൻ്റെ വണ്ടി നിർത്തിയായിരുന്നു. പ്രേജിയും മക്കളും ഷിജേട്ടനൊക്കെ ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ മറ്റവന്മാർ വരുന്ന വരെ ഓരോ വിശേഷങ്ങൾ ക്ഷീണിച്ചല്ലോ, വണ്ണം വെച്ചല്ലോ, ഡ്രസ്സിനെ പറ്റി ആകെ ഭയങ്കര വർത്താനം, ബഹളം, അങ്ങട് ഇങ്ങട്. അവരെ കണ്ട സന്തോഷം, പിള്ളേരെ കണ്ട സന്തോഷം, അങ്ങനെ ഒരുപാട് വർത്താനങ്ങൾ അവർ വരുന്നവരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അത് മണി, കിങ്ങിണി എല്ലാവരും ഉണ്ട്. നമ്മുടെ കുമ്മച്ചൻ, പിന്നെ കുമ്മച്ചൻ കൈവിട്ട് ഓടാവോ, അതൊരു ചെറിയൊരു വളവായിരുന്നേ. അപ്പോൾ നല്ല തണലുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അതെ എല്ലാവരും വന്ന വരെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ സൈഡിൽ അവരൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളും ഷിജേട്ടനും ബ്രിജിക്കും ഒരുമിച്ചാണ് എത്തിയത്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ അനിലേട്ടനും ശ്യാമയും പിള്ളേരും വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഷെറിനെയും ഷിജുചേട്ടനെയും വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഷെറിനും ഷിജുചേട്ടനും കൂടി നമ്മുടെ അടുത്തെത്തി. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് പോകേണ്ട ഒരു സ്ഥലമുണ്ട്, തുമ്പൂർമൊഴി. അപ്പോൾ പോണ വഴിയിൽ നമ്മുടെ സ്റ്റേ പറഞ്ഞാണ് സ്ഥലത്തിനതിൽ മുന്നേ തന്നെയാണ് അതിരപ്പള്ളിയും തുമ്പൂർമൊഴിയൊക്കെ. അപ്പോൾ തുമ്പൂർമൊഴിയിലൊന്ന് ഇറങ്ങി അവിടെ നൂൽപ്പാലൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ചെക്ക് ഇൻ ടൈം എത്തുമ്പോഴത്തേനും അവിടെ എത്തിയാൽ മതി എന്നുള്ള തീരുമാനത്തിലായി. അങ്ങനെ അവർ വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞത്. ശരിക്കും ഇതെല്ലാം നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഇവിടെ നിന്ന് എല്ലാവരും വർത്താനം ചിരിയും. ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇനിയൊക്കെ ഇതിനെ അടിച്ചുട്ടി കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരും പോകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ നമുക്ക് വിശേഷങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് എന്നാൽ പിന്നെ അവിടെ നിർത്തിയതല്ല എന്തായാലും. അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുവന്ന ഉണ്ണിയപ്പം കഴിച്ചിട്ട് പോവാമെന്നായി. അപ്പോൾ ശ്യാമ പറഞ്ഞു ഉണ്ണിയപ്പം എടുക്കാൻ പറഞ്ഞു. ഉണ്ണിയപ്പം എടുത്ത് ഒഴിക്കണ്ടടാ ഷെറിന് കറുത്ത് കരിഞ്ഞൊരു ഉണ്ണിയപ്പം കിട്ടി. അവർ കരിഞ്ഞ കരിക്കട്ടേക്ക് കൊണ്ടേക്കാന്ന് പറഞ്ഞാൽ എടുത്ത് കാട്ടിക്കൊക്കെ ഒരൊറ്റ ഇരട്ടാ. അത് കരിഞ്ഞതില്ല, മുരിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവളെ കരിഞ്ഞതെന്ന് നോക്കി ആദ്യം എടുത്തില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ കരിഞ്ഞത് ആദ്യം ഗണപതിക്ക് പടുക്ക വെച്ച് ഞങ്ങൾ ബാക്കിയൊക്കെ കഴിച്ചിട്ടായിരുന്നു. കൊതി പറ്റാണ്ടിരിക്കാൻ വേണ്ടി വീക്കി കളഞ്ഞാന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ ഉണ്ണിയപ്പം ഫസ്റ്റ് പറഞ്ഞാൽ മധുരം കുറവാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഒരുപാട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയില്ലേ. അപ്പോൾ കുറേ മധുരമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കിട്ടിക്കത്
അത് മട്ടും. അപ്പം ഞാൻ ലേശം അതിനെ കുറച്ചുണ്ടാക്കി. അവസാനം ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പം നമ്മൾ കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഒരു 2 ഉണ്ണിയപ്പത്തിനെ കുറ്റം പറഞ്ഞുണ്ടാക്കി നിൽക്കുകയാണ് കേട്ടോ. കാരണം ഷിജേട്ടൻ്റെ നിപ്പ് കണ്ടറിയാലോ എന്നെ എന്തോ പറയാണെന്നുള്ളത്. അനിലേട്ടനതെ ഉണ്ണിയപ്പത്തിൻ്റെ അനിലേട്ടൻ ശ്യാമ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുത്തതാണ്. വേണ്ട ഞാൻ ഉണ്ടാക്കിയോളാം എന്ന് പറഞ്ഞു. അപ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മര്യാദയ്ക്ക് ഉണ്ടാക്കിയില്ലെന്ന് തന്നെ ശരിയാക്കി തരാമെന്ന്. അപ്പോൾ ഈ കരിഞ്ഞത് കണ്ടപ്പോൾ അവരെന്നിട്ട് വാരിയോണ്ടിരിക്കണേ. അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. തുമ്പൂർ മുഴിയാണ് നമ്മുടെ അടുത്ത സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ ചെറിയ പാർക്കുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഉണ്ണിയപ്പമൊക്കെ തിന്ന് കുറച്ച് കഴിച്ചുള്ളേ. ഒരുപാടുണ്ടെങ്കിൽ ഉണ്ണിയപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോണ്ടിടയ്ക്ക് ഞാൻ. അപ്പോൾ അടിപൊളിയുണ്ടെന്ന് എല്ലാവരും പറയാണ്. പക്ഷെ ശരിക്കുള്ള അഭിപ്രായങ്ങൾ വേറെ വരുന്നുണ്ട് അവിടെ. ശരിക്കുള്ള അഭിപ്രായമൊക്കെ ആർക്ക് കേൾക്കണം? നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് ചോദിക്കും ഷീഞ്ഞേട്ട എങ്ങനെയുണ്ട്. അപ്പം ഷീഞ്ഞേട്ട ഒരു അടിപൊളി അങ്ങനെ പൊട്ടഭിപ്രായം പറയില്ല എന്നുള്ളവരോട് മാത്രമേ നമ്മൾ ചോദിക്കാം. അത് തീ കൂടിയതാ തീ പാളിയപ്പോഴേ. അപ്പം ഞാൻ പറയിപ്പിച്ചിട്ടുള്ള അമ്മ ശരിക്കുള്ള അഭിപ്രായം പറഞ്ഞാൽ. അപ്പം ഞങ്ങൾ 11 മണിയായി. അപ്പം ഒട്ടും സമയങ്ങളാണ്ട് തുമ്പൂർ മുഴിയിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ തുമ്പൂർ മുഴി എത്തിയിട്ടാ. അപ്പോൾ ഇവിടെ പുറത്ത് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ പാർക്കിംഗ് ഫീ 30 രൂപയാണ്. നമ്മൾ എല്ലാവരും അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് തുമ്പൂർ മുഴി ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർക്ക്, പിന്നെ നല്ല വ്യൂ ഉണ്ട്, ഒരു നൂൽപ്പാലുണ്ട്, അങ്ങനെ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് തുമ്പൂർ മുഴിയുടെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നു പോണ വഴിക്ക് കുറച്ച് ആൾക്കാർ നമ്മുടെ കാണാൻ വേണ്ടി വന്നു. നമ്മളെത്തി എന്നറിഞ്ഞ് വന്നതാണോ എന്നെനിക്കറിയില്ല. കുറേ കുരങ്ങന്മാരട്ടാ. അപ്പം നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കളിയാക്കേണ്ട കിടക്കരുതേ കുമ്മച്ചൻ്റെ കൂട്ടുകാരൻ, കുഞ്ഞിൻ്റെ കൂട്ടുകാരൻ, ഐസലിൻ്റെ കൂട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു മമ്മിയുടെ കൂട്ടുകാരിയാണ്. അപ്പം നമ്മൾ നടക്കുന്ന വഴിയിൽ ഇങ്ങനെ ഒരു പാലം പോലെ, ഒരു ബ്രിഡ്ജ് പോലെയൊക്കെ പണ്ട് വെച്ചിട്ട് ഫോറസ്റ്റിൻ്റെ ഏരിയയിലുള്ളതാണ്. അപ്പോൾ ടൂറിസം തന്നെയാണ് കേട്ടോ. അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന വഴിക്ക് ഏതാണ്ട് നടന്ന് ക്ഷീണിച്ചാണ് വന്നത്. ഏതാണ്ട് പിള്ളേർ ഗ്രഹിണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടം കണ്ടോണം തെയ്യൊക്കെ അയ്യോ അതുമ്മ കയറി ഒക്കെ അതുമ്മ കയറിന് ഇതുമ്മ കയറിന് പടച്ച് കയറിന് ചാടി മറയിന് സ്ലൈഡറുമ്മ കയറി ഇഴുകണ് കുമ്മച്ചൻ വരെ. കുമ്മച്ചനെ ഒന്ന് പിടിച്ചിട്ട് കിട്ടണല്ലേ. കുമ്മച്ചനൊക്കെ സ്റ്റെപ്പ് കയറി സ്ലൈഡറുമെന്ന് ഫൂന്ന് എവിടേക്കാ പോണേ അവിടെ എത്തട്ടേന്ന് ചെന്നി അങ്ങോട്ട് എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ട് അയ്യോ എന്താ ഒരു സന്തോഷം. അപ്പം ഞാനല്ലേ ഇങ്ങനത്തെ പറഞ്ഞ വീട്ടിലുണ്ടാക്കിയിട്ട് കൊടുത്താലും എങ്ങനെ ഉണ്ടാവും. അപ്പം തിരിഞ്ഞു നോക്കില്ല കേട്ടാ. അല്ല കുമ്മച്ചനൊക്കെ അങ്ങോട്ട് അതിൻ്റെ മുകളിലെത്താ ഇങ്ങോട്ട് എവിടേക്കേലും വീട്ടെന്നുള്ള രീതിയിലാണ് ഇറങ്ങുന്നത്. പിന്നെ കോണി കയറാൻ മടി കാരണം ഇതുമക്കോട്ടെ തിരിച്ച് റിട്ടേൺ കയറുന്നുണ്ട്. പിന്നെ അവിടെ അടുത്തൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെയാണ് ബാത്റൂം കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ബാത്റൂമൊക്കെയും. അപ്പോൾ ഞങ്ങളെല്ലാവരും ബാത്റൂമിൽ പോകേണ്ടവരൊക്കെ ബാത്റൂമിൽ പോയി ഒന്ന് റിഫ്രഷായി പിന്നെ അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടി റെഡി ആയിട്ടാണ്. ഇവർക്ക് ബാത്റൂമിലും പോണ്ട ഒന്നും പോണ്ട, ഈ ഇതുമ്മ കയറി ഒഴുകുക അതുമ്മൊക്കെ പിടച്ച് കയറുക ആടുക, അതിന് വേണ്ടിയുള്ള അവർ വന്നത്. അവർക്ക് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്കും അല്ലേ പിള്ളേർക്ക് എഴുതി വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ കയറാട്ടിയിടുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു കൈ നോക്കിയാൽ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു പൊതു സന്തോഷമാണ് അല്ലേ. പാർക്കിൽ ചെല്ലുമ്പോൾ ഊഞ്ഞാലാടുക, സ്ലൈഡർ വീഴുക, പിന്നെ കണ്ടമയൊക്കെ പടച്ച് കയറില്ല, അതൊക്കെ നമുക്കും ഉള്ളതല്ലേ. നിങ്ങൾക്കില്ലേ അങ്ങനത്തെ സന്തോഷങ്ങൾ? അങ്ങനെ ടോയ്ലറ്റിൽ ഞാൻ പോയി വന്നപ്പോഴേക്കും എല്ലാവരും ഈ സീൻ കണ്ട് ഇറങ്ങിപ്പോയിട്ടാണ്. അപ്പം ഞാൻ ഓടി വന്ന് ഈ സീൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ. ഇത് മുതലപ്പാറ വിരിപ്പാറ എന്നൊക്കെ പറയും. ഇത് മഴ സമയത്ത് ഇവിടുത്തൊന്നും കാണില്ല, കുതിച്ച് പായണ വെള്ളമായിരിക്കും അതിരപ്പള്ളി ഇന്നലത്തെ വെള്ളട്ടാ. അതാണ് നൂൽപ്പാലം. ഇവിടെ നിന്നത്തെ ഈ കാഴ്ച നോക്കിയാൽ നല്ല രസം. ഇറങ്ങാനൊന്നും പാടില്ല, ചിലപ്പോൾ ചീങ്കണ്ണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇറങ്ങാനൊന്നും പറ്റില്ല, ഇതിങ്ങനെ കാണാമെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതൊരു വാച്ച് ടവർ പോലെ ഇതിൻ്റെ മുകളിലൊരു നിലയും കൂടി ഉണ്ട്. അവിടെ നിന്ന് നോക്കി ഇതിലും സൂപ്പറായിട്ട് കാണാം. പക്ഷെ അവർ പോയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ഇത് തന്നെ അക്രമ കാഴ്ചയാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ ഇതിവിടെ ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണാൻ. അതിന് ഞാൻ എന്ത് ചെയ്യാം അവരുടെ അടുത്തേക്ക് ഓടി
ഷെറിൻ്റെയും പ്രീജടുത്തേക്ക് ചേട്ടന്മാരും പിള്ളേരൊക്കെ മുന്നേ പോയിട്ടാ. ഞങ്ങൾ പിന്നാലെ പയ്യെ നടന്ന് വരണുള്ളൂ, ഫോട്ടോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത്. അപ്പം ഷെറിനൊരാഗ്രഹം ഐസ്ക്രീം മേടിക്കാണ്. അപ്പം നമ്മളല്ല ചെയ്യും, മക്കളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങടെ തീരുമാനം അങ്ങോട്ട് മാറ്റി. അവർക്ക് പിന്നെ മേടിച്ചു കൊടുക്കാം. ഇപ്പം അവരെ കാണാണ്ട് കട്ട് തിന്നുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ, എൻ്റെ അപ്പോൾ പണ്ട് കോളേജ് ടൈമിൽ നിന്നൊക്കെ വന്ന് മേടിച്ചിരുന്ന പോലെ ഒരു ഫീലായിരുന്നു ഞങ്ങൾ. അങ്ങനെ പിള്ളേർക്കൊന്നും അങ്ങനെ ഞങ്ങൾ അവരെ കാണാണ്ട് ഐസ്ക്രീമൊക്കെ തിന്ന് നടക്കാറുണ്ട്. ഞങ്ങൾ ഓൾറെഡി കെട്ടിയവന്മാരെ കൊതിപ്പിക്കാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ എൻ്റെ പണി പാളി, ഞാൻ അവസാനം പറയാം. അപ്പം ഞങ്ങൾ ഇവിടെ നോക്കിയപ്പോൾ അവർ അറ്റത്തെത്തിയിട്ടാണ്. അപ്പം ഞങ്ങളങ്ങനെ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് വേഗം ഞാനിതൊക്കെ പകർത്തിക്കൊണ്ട് നടക്കണം കേട്ടോ. നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവർ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. ഷെറിനും പിന്നെ ശ്യാമയും പ്രീജൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അവർ ഇതൊക്കെ ആസ്വദിച്ച് നടക്കണം. ഞാൻ ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, നിങ്ങളിതിൽ എന്നെ കാണുന്ന എന്നെ അറിയുന്ന പലരും ഇതറിയുന്നുണ്ടായിരിക്കും, ഇവർക്ക് അറിയുന്നുണ്ടായിരിക്കാം. കാരണം ഇത് നമ്മുടെ അതിരപ്പള്ളി നമ്മുടെ നിയറസ്റ്റ് പ്ലേസ് തന്നെയാണ്. അത്ര ആരും കാണാത്ത സ്ഥലമൊന്നുമല്ല, എങ്കിലും കാണാത്ത 1-2 പേര് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വ്ളോഗാക്കി എടുക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അവരുടെ അടുത്ത് തറ കെട്ടിയവന്മാരെ കൊതിപ്പിക്കാനാണ് ഞങ്ങളത് മേടിച്ചതെന്ന് മുന്നേ പറഞ്ഞല്ലോ. പക്ഷേ നമ്മുടെ മുതലോള് കുഞ്ഞനും കുമ്മച്ചനും ഐസിലും കൂടി തിരിച്ച് റിട്ടേൺ വന്നിരുന്നു ആ സമയത്ത്. അപ്പം നമ്മളവർക്ക് കൊടുക്കാണ്ടൊരു സങ്കടം ഉണ്ടായിരുന്നു, എങ്കിൽ അവർക്ക് പിന്നെ മേടിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കിട്ടിയ ചാൻസിന് പണ്ടത്തെ കോളേജ് ടൈമൊക്കെ ആലോചിച്ച് പറഞ്ഞാൽ മേടിച്ചു എന്നേ ഉള്ളൂ. അപ്പിണ്ട് കുഞ്ഞനും കുമ്മച്ചനും ഐസലും ആടാ എൻ്റെ ഓപ്പോസിറ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടാ. ഐസ്ക്രീം കണ്ട വഴിക്ക് കുമ്മച്ചൻ മമ്മി കണ്ട എൻ്റെ ദൈവമേ പണിപാളി, അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരെൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോയി കൂട്ടുകാരെ. അവരൊക്കെ കെട്ടിയവന്മാരെ കൊതിപ്പിച്ചു, എനിക്കൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവരെ കെട്ടിയവന്മാരെ കൊതിപ്പിച്ചപ്പോൾ പാവം തോന്നി. അന്ന് പിന്നെ ഒരേ കടിയും കൂടിയും കടിച്ചോളാൻ പറഞ്ഞു. അവർക്കെല്ലാവരും ഒരേ കടി കൊടുത്തുട്ടാ. ശ്യാമ അനിലേട്ടനും കൊടുത്തു, പ്രീജ ഷിജനും കൊടുത്തു. ഷെറിൻ കൊടുക്കാൻ പോയപ്പോൾ ആൾ ഫസ്റ്റ് വെയിറ്റ് പിടിച്ച വഴിക്ക് താഴെ പോയി. പിന്നെ കൊടുക്കാൻ പറ്റിയില്ല. നമുക്ക് പിന്നെ ഓൾറെഡി നമ്മുടെ മക്കൾ കൊണ്ടുപോയാരുടെ സ്വാഹ. ഇങ്ങനെ പോകുമ്പോഴെല്ലാം നമുക്ക് ഇങ്ങോട്ടൊക്കെ പരസ്പരം തുറന്ന് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ശ്യാമ പറഞ്ഞ ഒരു ഫോട്ടോ എടുത്താൽ മതി, അത് നല്ലത് എടുക്കണം എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ. പിന്നെ എൻ്റെ ഫോട്ടോ എടുത്തു ഷിജേട്ടനാണ് കേട്ടോ. കുറേ നല്ല ഫോട്ടോസ് എനിക്ക് എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഷിജേട്ടൻ എടുത്തതിൻ്റെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു ഞാൻ നിന്നതിൻ്റെയാന്ന്. ഓക്കെ, എനിവേയ്സ് എനിക്ക് നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടി. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോന്ന്. പിന്നെ അവിടെ വേറെ വിശേഷമൊന്നും ഉണ്ടായില്ല കേട്ടോ. തൂക്കുപാലൊക്കെ കണ്ട് പാർക്കിലൊക്കെ കളിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നല്ലോ. നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് സമയമായി. അപ്പം നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മളെടുത്തേക്കുന്നത് മഷ്റൂം ഹട്ടാണ്. ചേട്ടൻ്റെ പരിചയത്തിലുള്ള ഒരു റിസോർട്ടായതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ അവിടെ അഫോർഡബിളാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ആംബിയൻസ് ആണ്. ഇങ്ങനെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പോണ വഴിക്ക് നല്ല എണ്ണപ്പനത്തോട്ടവും പിന്നെ ഇതാണ് സിൽവർ സ്റ്റോം കേട്ടോ. അപ്പോൾ സിൽവർ സ്റ്റോം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ റിസോർട്ട്. ഇവിടെ 8 റൂംസാണ് ടോട്ടലുള്ളത് കേട്ടോ. അങ്ങനെ ഓരോ ബ്ലോക്കിൽ 2 വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളതിൽ 5 റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 നമുക്കും 1 മക്കൾക്ക് കിടക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ റൂമിലും നമുക്ക് എക്സ്ട്രാ ബെഡ് അവർ സെപ്പറേറ്റ് തരും കേട്ടോ. എത്ര വേണ്ടതെന്ന് വെച്ചാൽ അവർ തരും, അതിന് പ്രശ്നമില്ല. അപ്പം നമ്മൾ നല്ല റൂം നല്ല സ്പേഷ്യസ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സ്വിമ്മിങ് പൂളുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് രാവിലെ മാത്രം കോംപ്ലിമെൻ്ററി ആണ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് വൈകുന്നേരം നമ്മൾ ഒന്നുമില്ലെങ്കിൽ വെച്ച് കഴിക്കണം, വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമോ നമുക്ക് പോയി കഴിക്കുക, എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഓരോരുത്തരുടെ റൂമൊക്കെ കണ്ട് ബാഗൊക്കെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകാൻ റെഡി ആവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റൂമിൽ അവരവരുടെ റൂമിൽ സെറ്റായിട്ടാണ്. എനിക്ക് ശ്യാമയ്ക്കും ആ ബ്ലോക്കുകളാണ് കിട്ടിയത്. ലാറ്റത്തെ റൂമാണ് നമ്മുടെ. പിന്നെ ഷെറിനും മക്കൾക്ക് എടുത്ത റൂം, അങ്ങനെ 2 റൂം ഇപ്പുറത്തെ ബ്ലോക്കിലാണ്.
ഷിജേട്ടനുള്ള റൂം ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ. പിന്നെ സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു. വന്ന വഴിക്ക് തന്നെ ഒക്കെ പൂളിൽ ചാടാൻ റെഡി ആയിട്ടാണ്. പക്ഷെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം പൂളിൽ കുതിരാൻ കിടക്കാൻ വേണ്ടിയിട്ടാ. ചെന്നപ്പോൾ തുടങ്ങി കുതിരാൻ കിടക്കുന്നത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പക്ഷേ മക്കൾക്കും എല്ലാവർക്കും എൻജോയ്മെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പൂളുള്ള റിസോർട്ട് നമ്മൾ നോക്കി സെലക്ട് ചെയ്തതേ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് പൂള് ചെറുതാണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ പോകെ അത് മാറി കിട്ടിയതിൽ കിടന്നപ്പോൾ മനസ്സിലായി അത് വലിയ പൂൾ തന്നെയാണെന്നുള്ളത്. എന്നാലും നമുക്ക് ആവശ്യത്തിന് നമ്മൾ 4 ഫാമിലിക്ക് അർമാദിക്കാനുള്ളതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷം പറയാം. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ എവിടേക്ക് പോകണം, പോണോ എന്നുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഞാൻ കൊണ്ടുപോയ ഒരു 10-20 ചക്കച്ചോള പഴുത്തത്, ഒരു ബാട്ടുപ്ലാവിൻ്റെ ചക്ക കുട്ടപ്പാപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വെട്ടിയപ്പോൾ അതിൻ്റെ പകുതി പഴുത്തു. അത് 10-20 ചോള പറിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ല, കാരണം ആരും ഈ കൊല്ലം ചക്ക ഇത് സ്പെഷ്യൽ ഫുഡ് ആയതുകൊണ്ട് ഇപ്പം കിട്ടാത്ത സീസണല്ലേ. അപ്പോൾ ഈ പഴുത്ത ചക്കച്ചോള എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറപ്പായിരിക്കും. അപ്പം ഇത് കണ്ടല്ലോ, നിങ്ങൾ കൊണ്ടുവന്നതും തീർന്നതും കണ്ടല്ലോ. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോകാനായി. ഉച്ചക്കലേക്ക് പുറത്ത് പോകാം, വൈകുന്നേരത്തേക്ക് വരുത്തിക്കാനായി. അപ്പം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പലർക്കും കിട്ടിയത് തന്നെ ഇല്ല കേട്ടോ. ചക്കച്ചോള ഭയങ്കര സ്വീറ്റായിരുന്നേ. നമ്മളത് കഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു ഹോട്ടലിൽ നമ്മളിങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ കണ്ടൊരു ഹോട്ടലാണ്. തിരുമുട്ട് എന്നാണ് പേര്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെല്ലാവരും കൊള്ളാം എന്ന് കണ്ടപ്പോൾ ഭക്ഷണം കഴിക്കാൻ അവിടെ കാറ് നിർത്തി. അപ്പം നമുക്ക് എല്ലാവർക്കും ഫുഡ് എത്തിയിട്ടാ. മക്കളോട് മിക്കവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, നമ്മുടെ മക്കളടക്കം. ഞങ്ങൾ കുറച്ച് പേര് മീൽസ് ചോറ് ഓർഡർ ചെയ്തു. ചോറ്, ക്യാബേജ് ഉപ്പേരി, അച്ചാറ്, പിന്നെ പപ്പടം, മോര്, പിന്നെ രസം, പിന്നെ സാമ്പാർ വേണമെങ്കിൽ സാമ്പാർ, മീൻകറി വേണമെങ്കിൽ മീൻകറി ഇട്ട് അങ്ങനെ എല്ലാവരും. പിന്നെ ഐസലിനും കുഞ്ഞിനും കൂടി ഫസ്റ്റ് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. കാരണം അവരത് ഒരുപാട് പേർക്ക് കഴിക്കാണ്ടാവുമെന്ന് വെച്ചിട്ട്. അപ്പോൾ കുറച്ച് കുറഞ്ഞപ്പോൾ ഞങ്ങൾ 1.5 ബിരിയാണി അതിന് കുമ്മച്ചനും കൂടി ഷെയർ ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ അത് പാകമായിരുന്നു. അത് തന്നെ കുഞ്ഞിനെ തിന്ന് തീർക്കാൻ പറ്റിയില്ല, ഹാഫും കൂടി പറഞ്ഞപ്പോൾ. അത് ഞങ്ങൾ അവിടെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് ഞങ്ങൾ റൂമിലെത്തി. ഞാൻ ഷോർട്സൊക്കെ ഇട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ റെഡിയായി. പക്ഷെ ഞങ്ങളിപ്പോൾ ഇറങ്ങില്ല, ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും. ഇപ്പോൾ മക്കളാണ് വെള്ളത്തിൽ ഇറങ്ങി അർമാദിക്കണം കേട്ടോ. അപ്പോൾ ആ കുഞ്ഞിന് ഐസലിന് അങ്ങനെ കുഞ്ഞിനും കുമ്മച്ചനൊക്കെ വേറെ പൂളുണ്ട് കേട്ടോ, കുട്ടികളുടെ പൂളുണ്ട്. എങ്കിലും വലിയൊരു പൂളിന് ഒരു 5 അടി ഹൈറ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വലിയ ആഴത്തിൽ മുങ്ങിപ്പോകാവുന്ന രീതിയിലൊന്നുമില്ല. അപ്പോൾ മക്കൾക്ക് പറ്റിയ പൂളിൽ മക്കൾ കളിച്ചു. വലിയ പൂളിൽ ഇറങ്ങി കേട്ടോ. കുമ്മച്ചനോട് ഈ പൂളിൽ കുഞ്ഞു പൂളിൽ മാത്രം ഇരിക്കാനാണ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരൊക്കെ ഉണ്ട് നോക്കാൻ, പേടിക്കേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി സ്വിമ്മിങ് പൂളിൽ അർമാദിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ. അങ്ങനെ ഒരു ഈവനിങ് ആയിട്ടാണ്. അപ്പോൾ അവിടുത്തെ ലൈറ്റ്സൊക്കെ ഇട്ടു. നല്ല പൊള്ളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. കണ്ടാ, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. നമ്മൾ പോയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടൊരു കാര്യം നിങ്ങൾക്ക് കൂടി കാണിച്ചു തന്നു എന്നുള്ളൂ. എല്ലാവരും കുളി കഴിഞ്ഞ് പൂളിൽ നിന്ന് കയറി കുളി കഴിഞ്ഞ് ഫ്രഷായി എല്ലാവരും കൂടി വർത്താനം പറഞ്ഞിരിക്കാൻ വന്നേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് നല്ല ആംബിയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. കണ്ട, നല്ല മാല ബൾബൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്കായാലും അവിടെ ഓടി കളിക്കാനും നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാനും ഒക്കെ ഇതിനും പറ്റിയൊരു സ്ഥലമാട്ടത്. പിന്നെന്താ പറയുക, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ദിവസം നമ്മൾ എല്ലാവരും ഇതിൽ പലതരം ആൾക്കാരുണ്ട്. എന്താ പറയുക, പലതരം ജോലിയുള്ളവർ, പലതരം സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു ദിവസം എല്ലാവരും കൂട്ടുകാരായി മാത്രം മാറാം. ഒരു എന്താ പറയുക, ഒരു ടെൻഷനില്ല, ജോലി ഭാരമില്ല, സ്ട്രെസ്സില്ല, സ്ട്രെയിനില്ല, കുക്കിങ്ങിൻ്റെ ടെൻഷനില്ല, പിള്ളേരുടെ ടെൻഷൻ, അതായത് വേറെ ഒരു കാര്യങ്ങൾക്കും ഇവിടെ എൻട്രി ഇല്ല. അതൊക്കെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനുള്ളിൽ കയറിയതിട്ടാ. ടെൻഷൻ ഫ്രീ, റിലാക്സേഷൻ മോഡ് ഓൺ. അപ്പോൾ നമ്മളെല്ലാവരും
ഇന്ന് ഫുൾ ഫ്രീ ആണ്. ഒരു കാര്യത്തിനും നമ്മളെ പിന്നോട്ട് വലിക്കാൻ പറ്റില്ല, ഒരു ടെൻഷനും ഇല്ല. അപ്പം അങ്ങനെയായിരുന്നു ആർമാദം. അപ്പോൾ നമുക്കവിടെ ഫുള്ള് വൈബ്, പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡാൻസ് കളിച്ചു, കപ്പിൾ ഡാൻസ്, പിന്നെന്താ ഫാമിലി ഡാൻസ്, സിംഗിൾ ഡാൻസ്. അടിപൊളിയായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് വന്നു, പൊറോട്ടയും പിന്നെ നമ്മുടെ അൽഫാമൊക്കെ ആയിരുന്നു ഫുഡ്. അത് കഴിച്ച് മക്കളൊക്കെ ഉറങ്ങാൻ പോയി. ഞങ്ങൾ വീണ്ടും നമ്മൾ കെട്ടിയന്മാരും കെട്ടിയോളന്മാരും കൂടി അറുപതിക്കിലായിരുന്നു പുറത്ത് ഡാൻസ് കളി. അതൊന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരില്ല കേട്ടോ, അതൊക്കെ ഞങ്ങളുടെ പ്രൈവസി പെട്ടതാണ്. ഞങ്ങൾ ഡാൻസ്, പാട്ട്, കൂത്ത് ഒക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ നൈറ്റ് കേട്ടോ. അപ്പം നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ അവർ തന്നതാണ് കേട്ടോ. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കൊടുത്ത എമൗണ്ടിൽ ഉൾപ്പെടുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ നൂലപ്പം, വെള്ളയപ്പം, മുട്ടക്കറിയും കുറുമയൊക്കെ ആയിരുന്നു. ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. അങ്ങനെ അത് കഴിച്ച് ഒരു 10 മണിയോടുകൂടി നമ്മൾ അവിടെ നിന്ന് 12 മണിക്കാണ് ചെക്ക് ഔട്ട് ടൈം. പക്ഷേ നമുക്ക് ഇന്ന് വൈകുന്നേരം ക്രിസ്മസ് ആയതുകൊണ്ടും ഒരുപാട് പണി ഉള്ളതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ചായ കുടി കഴിഞ്ഞ് വേഗം ഇറങ്ങിയിട്ടാണ്. എല്ലാവർക്കും വീട്ടിലെത്തിയിട്ട് ക്രിസ്മസിൻ്റെ തലേദിവസമാണ് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോൾ തലേദിവസം ഒരുപാട് വർക്കുകൾ ഉണ്ടാവുമല്ലോ, വീട്ടിൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാണ്ട് എല്ലാവരും പോന്നു കേട്ടോ വീട്ടിലേക്ക്. ഷെറിനൊക്കെയും ഷിജമഞ്ചേട്ടനെ ഒരു 10 മിനിറ്റ് മുന്നേ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിറങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് പോന്നു. അപ്പോൾ ഈ ഒരു ദിവസം സന്തോഷകരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. നമ്മുടെ കൂടെ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷമായിട്ടാണ് തിരിച്ചു പോയത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ.